ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് എല്ലാ ആളുകളുടെ ഉള്ളിലും സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇപ്പോൾ ഈവൻ റാഷണലിസ്റ്റുകൾ പോലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്ഭവം എന്താണ്, ഇതിൻ്റെ സത്യം എന്താണ് എന്ന് അന്വേഷിച്ച് തുടങ്ങുന്നു. രഹസ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ പരസ്യമായിട്ട് തന്നെ ചെയ്യുമായിരിക്കും. ഇപ്പം അടുത്ത കാലത്ത് ISRO മുൻ ചെയർമാനായിരുന്ന ഡോക്ടർ സോമനാഥ് സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പം അദ്ദേഹം പറയുന്നത് ധാരാളം ഭൂമികൾ ഉണ്ടാവാം, സാധ്യതകൾ പറയുകയാണ്. അപ്പോൾ ആ ഒരു ഗസ് അല്ല, അതൊരു റിയാലിറ്റിയാണ്. കാരണം ഇത് സാധ്യമാണെങ്കിൽ ഇതിനേക്കാൾ ഉയർന്നത് സാധ്യമായിട്ടുണ്ടാകാം, ഇതിനേക്കാൾ താഴ്ന്നത് സാധ്യമായിട്ടുണ്ടാകാം. അപ്പോൾ ഇത് ഒരു എൻറ്റിറ്റിയാണ്, ഇതൊരു എന്താ പറയുക, ഒരു എൻഡ് പോയിന്റ് ആണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ കുഴപ്പം വരുന്നത്. പക്ഷേ ഇതൊരു ബിഗിനിങ് ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു മിഡിൽ പോയിന്റ് ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സാധ്യതകളുടെ ഒരുപാട് വാതായനങ്ങൾ തുറന്നു വരുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്വേഷണം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ESP ചാനൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ്. എല്ലാ ആളുകളുടെയും ഉള്ളിലും ഈ ഒരു ചിന്ത ഉണ്ടാകണം. അദ്ദേഹം പറഞ്ഞ വളരെ നോട്ട്വർത്തിയായ ഒരു കാര്യമുണ്ട്. ഇത്രയും വർഷമായിട്ട് വളരെ വലിയ സയൻറ്റിഫിക് റിസർച്ചസ് നടത്തിയിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് ഉത്തരം അപ്രാപ്യമായ ഒരുപാട് മേഖലകളുണ്ട്, അല്ലെങ്കിൽ ആ മേഖലകളാണ് കൂടുതൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ഞാൻ ആരാണ് എന്നൊരു ചോദ്യം, എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള ചോദ്യം. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള മറുപടികൾ പറഞ്ഞ ഭാരതീയ ശാസ്ത്രങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചോദ്യമുണ്ട്. ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പുതിയ അറിവിൻ്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു. അടുത്ത കാലത്ത് പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞ, അല്ലെങ്കിൽ എന്നോട് സജസ്റ്റ് ചെയ്ത ഒരു സംഗതിയാണ് ആകാശിക് റെക്കോർഡുകൾ. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഒരു എന്താ പറയുക, ഒരു ഇൻഡർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ അതുമല്ല, അതിൻ്റെ അപ്പുറത്തുള്ളൊരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഒരു മെറ്റാവേഴ്സ് ലൈബ്രറി, നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ലൈബ്രറി. നമുക്ക് കാണാൻ കഴിയില്ല മീൻസ് ഫിസിക്കലായിട്ടുള്ള ഐസ് വെച്ച് കാണാൻ കഴിയാത്ത, ബട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബൃഹത്തായ ഒരു ലൈബ്രറി. ആ ലൈബ്രറിയിൽ ഓരോ ജീവജാലങ്ങളുടെയും ഓരോ വ്യക്തിയുടെയും റെക്കോർഡുകൾ സൂക്ഷിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിനേക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ ഉള്ള, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ തമ്മിലുള്ള ചർച്ചയിൽ പെട്ടെന്ന് വന്ന് നമ്മൾ കുറച്ച് പറഞ്ഞു പോയി, ആകാശിക് റെക്കോർഡുകളെ കുറിച്ച് പറഞ്ഞു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമ്മൾ ആകാശിക് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ട് ടൈപ്പിൽ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇവിടെ എന്നല്ല, ആൾക്കാർ അധികം യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വേദിക് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്, വെസ്റ്റേൺ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. വേദിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കൾച്ചർ, ചിത്രഗുപ്തൻ, ആ ഒരു കൺസെപ്റ്റിൽ. വെസ്റ്റേൺ ആയിട്ട് പറയുമ്പോൾ ഏഞ്ചൽസ് ആയിട്ടാണ് ഇതിനെ അത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷെങ്കിൽ എത്തുന്നതെല്ലാം ഒന്നിലേക്കാണ്. നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് എല്ലാം ഒരു സ്ഥലത്താണ്, പക്ഷെങ്കിൽ രണ്ട് കൺസെപ്റ്റിലേക്ക് കൂടി, രണ്ട് വഴികളിലേക്ക് കൂടി പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആകാശിക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇല്ല, ഭൂമിയിലില്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതൊരു സംഗതിൻ്റെയും ഒരു ഡീറ്റെയിൽസ് യൂണിവേഴ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ലിവിങ് തിങ്സ് ആവാം, നോൺ ലിവിങ് തിങ്സ് ആവാം, നമ്മുടെ ബിൽഡിങ്സ് ആവാം, അല്ലെങ്കിൽ പ്ലേസസ് ആവാം, ലാൻഡ് ആവാം, എന്തും ആവാം. അതിൻ്റെ അത് വന്നത് മുതലില്ല ആ റെക്കോർഡ്സ് നമ്മുടെ യൂണിവേഴ്സിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ സിംബോളിക്കലായിട്ട് റെക്കോർഡ്സ് ലൈബ്രറി എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഒരു ലൈബ്രറി പോലെ തോന്നുന്നതല്ല, അത് ഓൾറെഡി ഇൻഫർമേഷൻ സേവ് ചെയ്ത് വെച്ച ഒരു സ്ഥലം എന്ന രീതിയിലാണ് നമ്മൾ ആകാശ റെക്കോർഡിനെ കാണുന്നത്. അപ്പം നമ്മളെ സൈക്കിക് പവർ കൊണ്ട്, ഈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സൈക്കിക് പവർ കൊണ്ട്
നമ്മൾ അവിടെ പോയിട്ട് റീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആകാശ റെക്കോർഡ്. ഉം. ഇതിന് മാധ്യമം നമ്മൾ ടൂൾസ് ഒന്നുമില്ല, ഉം. നമ്മൾ തന്നെ നമ്മുടെ സൈക്കിക് പവർ കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് റീഡ് ചെയ്തെടുക്കുന്നതാണ് ഒരു സിസ്റ്റമാണ് ഈ ആകാശ റെക്കോർഡ്. ഇതിന് നമുക്ക് ഒരാളെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരാളെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് അയാളെ എന്താണോ പാസ്റ്റ് ലൈഫ്, ഫ്യൂച്ചർ രണ്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചർ കാണാൻ പറ്റും. ഈ പ്രസന്റിലെ കാര്യങ്ങൾ വരെ നമുക്ക് അതിൽ നോക്കിയിട്ട് പറയാൻ പറ്റും. നമ്മൾ ഈ പ്രസന്റിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ഇപ്പം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അസുഖങ്ങളായിക്കോട്ടെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് ചിലതുണ്ടാവില്ല, നമ്മൾ എത്ര ചികിത്സിച്ചാലും മാറാത്ത അസുഖങ്ങൾ, കാർമിക് ഇഷ്യൂസ്, എന്തെങ്കിലും കാർമികൽ ആയിട്ട് ബന്ധപ്പെടുക. അതേപോലെ റിലേഷൻഷിപ്പ് നമ്മൾ ഒരേ സൈക്കിളിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക, ഒരേ പ്രശ്നത്തിൽ തന്നെ. നമ്മളിപ്പം റിലേഷൻഷിപ്പ് ഇന്ന് സോൾവ് ആയി, ഒരു കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അതേ റിലേഷൻഷിപ്പ് പ്രോബ്ലം തന്നെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം ഒരു പാറ്റേൺ, ആ ഒരു സൈക്കിളിൽ നമ്മൾ സ്റ്റക്കായി കിടക്കുക. അപ്പൊ അത് കാർമിക് പാറ്റേൺ ആണ്. അതിനെ നമ്മൾ എന്തുകൊണ്ടാണ് അത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് അനുഭവിക്കുന്നത്, നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റൂട്ട് അവിടെയായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതിന്റെ റൂട്ട് എവിടെയാണോ അവിടെ പോയി നോക്കുക. അപ്പൊ പാസ്റ്റ് ലൈഫ് ചെയ്ത എന്തോ ഒരു കാരണത്താലാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതെന്താണ് കാരണം, പാസ്റ്റ് ലൈഫിൽ പോവുക, ആ കാരണം കണ്ടെത്തിയിട്ട് ഇതിൽ തന്നെ ഹീലിംഗും ഉണ്ട്, പക്ഷെ ഹീലിംഗ് ചെയ്യൽ കുറവാണ്. കാരണം അത് കാർമിക് ഇത് ആയിട്ട് ഒരുപാട് ഇത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് റീഡാണ് അധികം ചെയ്യുന്നത്. റീഡ് ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കും ഇവർക്ക്, നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ നമ്മൾ അവിടെ ചോദിക്കും എന്താണ് ഇതിന് ആള് ചെയ്യേണ്ട റെമഡീസ്. അപ്പൊ ഈ റെമഡീസ് എന്ന് പറയുന്നത് അതിൽ തന്നെ കാണിച്ചു തരും എന്താണ് റെമഡീസ്. ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ലേഡീന്റെ അവർക്ക് ചൈൽഡ് കുട്ടികൾ ഉണ്ടാവാത്ത പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് കാണിക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ മുമ്പ് ഏതോ ഒരു ലൈഫിൽ അവർ കാണിക്കുന്നത് വെച്ചാൽ അവർ ചെറിയ കുട്ടി അവരൊരു ഭയങ്കര സ്നേഹത്തിലാണ്, ഒരു പെൺകുട്ടി. അപ്പൊ ആ കുട്ടീനെ ഇവര് ഒരു കിണറിലേക്ക് തള്ളിയിടുന്നയാ കാണുന്നത്. അപ്പൊ ആ ഒരു എന്തോ ഒരു സാഹചര്യത്തിൽ തള്ളിയിടുന്ന കാണുന്നത്. അപ്പൊ ആ കുട്ടിയുടെ സ്പിരിറ്റ് ഇവരെ ഇതായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവർ എല്ലാ മേഖലയിലും, മണി മേഖലയില്, എല്ലാ മേഖലയിലും ഇവർക്ക് ബുദ്ധിമുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇതിനെ ഹീല് ചെയ്യാൻ പോയാൽ ഈ സ്പിരിറ്റ് ആണ് ഈ ബ്ലോക്ക് ചെയ്യുക അവരെ ഹീൽ ചെയ്യുമ്പോൾ. ഇപ്പൊ ഏകദേശം അതിപ്പം റെമഡീസ് ചോദിച്ച സമയത്ത് അവരെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ റെമഡീസ് കൊടുത്ത് ഇപ്പൊ ഓൾറെഡി അവരെ ഉപദ്രവിക്കേണ്ടല്ലോ, ഉപദ്രവിച്ച് കഴിഞ്ഞ് ഇനി എനിക്കൊരു ഇത് അതായത് ഒരു റിലീസ് കിട്ടിയാൽ ഞാൻ അവരെ വിട്ടു പോകുന്നില്ല രീതിയിലാന്ന് പറഞ്ഞു. അപ്പം അവര് പറയുന്ന വെച്ചാൽ കുട്ടികൾക്ക് ദാനങ്ങൾ നൽകാൻ വേണ്ടിയാന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ ഇതിൽ നിന്ന് റിലീസ് ആവുന്നില്ല. അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരത് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ പറ്റി ചെക്ക് ചെയ്യുമ്പോൾ മുമ്പിലത്തെ ഇതിലുള്ള ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് ഇത് വരും. കണക്റ്റഡ് ആണ്. അപ്പം ആകാശത്തിൽ നമ്മൾ പോകുന്നത് ഇവിടുന്ന് നന്നായിട്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളും എടുത്തിട്ടാണ് പോവുക. കാരണം പല ടൈപ്സ് ഓഫ് എനർജീസ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകും. എന്നിട്ട് അതിനുശേഷം നമ്മളൊരു പ്രോസസ്സാണത്. അതിൻ്റെ ഒരു പ്രെയർ ഉണ്ട്. അതെല്ലാം ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയിട്ട് അവിടെ ആകാശികയിലേക്ക് എത്തും. അവിടെ നമ്മളെ സിസ്റ്റം ഏഞ്ചൽസ് ആണ്. ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ആണ് ഇതിന്റെ ബുക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത്. അത് ചിത്രഗുപ്തന്റെ അതേ ജോലി ചെയ്യുന്ന നമ്മളെ ഏഞ്ചൽസിനായിട്ടാണ്. അപ്പൊ അവരോട് നമ്മൾ ഇയാളെ പേര് അതന്നെ. അപ്പോ നമ്മൾ ഈ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ ആ ഏഞ്ചല് നമുക്ക് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബുക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ ആ ബുക്കിൽ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പേരും ഡേറ്റ് ഓഫ് ബർത്തും അതിൽ ഓൾറെഡി ഉണ്ടാവും. ആ കാണും ഇങ്ങനെ നമുക്ക് തന്നെ കാണാം. റീഡ് ചെയ്യുന്ന അത് ലാംഗ്വേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല, നമ്മൾ ഇമേജസ് ആയിട്ടാണ് കാണാൻ പറ്റുക. ലാംഗ്വേജ് നമുക്ക് അത് മനസ്സിലാവും എന്താണ് എന്നില്ല, ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ ലോജിക്കായിട്ട് ചിന്തിക്കാന്ന് വെച്ചാൽ ലോജിക്ക് വെച്ചാൽ ഇത് ഒരു വിധത്തിലും മുന്നോട്ട് പോകില്ല. നമുക്കിപ്പോ തെളിയിച്ച് തരുമോന്ന് വെച്ചാൽ അതും പറ്റൂല. പക്ഷെ നമുക്ക് റീഡ് ചെയ്ത് കറക്റ്റ് കാര്യം പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക, ഇതെല്ലാം നമ്മളൊരു വിഭാവനയാണ് ശരിക്കും പറഞ്ഞാൽ. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു വിഭാവനയാണ്. അപ്പൊ അതിനെ ഇങ്ങനെ മറച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മൾ ആ ചോദ്യം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എന്താണ് ഇങ്ങനെ. അപ്പൊ ആ പിക്ചർ പോലെ ഇങ്ങനെ നമുക്ക് ടി വിയിൽ കാണുന്ന പോലെ നമുക്ക് തെളിയും, ഇന്നേത്. അപ്പൊ അത് നേരെ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും ഇതിനെന്താ റെമഡി.
അപ്പൊ റെമഡിയോ അവിടെ വരും. അപ്പൊ നമ്മളത് എഴുതി വെച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ആ ബുക്കെല്ലാം തിരിച്ചേൽപ്പിച്ച് തിരിച്ചു വന്ന് ക്ലയന്റിനെ വിളിച്ചിട്ട് പറയും ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇതാണ് റെമഡി. അപ്പൊ അവരത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അവരിഷ്ടമല്ല പോലെ ചെയ്യാം. ഇത് ഏത് കാര്യം ചോദിക്കാം, നിങ്ങളെ പെറ്റ്സിന്റെ കാര്യങ്ങൾ അറിയാം, നിങ്ങളെ ലാൻഡിന്റെ കാര്യം അറിയാം, നിങ്ങളെ വീടിന്റെ കാര്യം അറിയാം, ഏതും ആയിക്കോട്ടെ. പക്ഷെ ഇതിന്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ഒരാളെ അനുവാദം ഇല്ലാണ്ട് ഒരാളെ റെക്കോർഡ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് ശരിക്കുള്ള റൂളാണ്. നിങ്ങളെ റെക്കോർഡ് നോക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ചില ആൾക്കാർ ഭാര്യമാർ വിചാരിക്കും ഭർത്താക്കന്മാർ ഇത് നോക്കണില്ല, ഭർത്താക്കന്മാർ വിചാരിക്കും ഭാര്യന്റെ ഇതൊന്നും എന്താണ് ഒന്ന്, അങ്ങനത്തെ ഇതൊന്നും ഇവിടെ നടക്കൂല. കാരണം പഠിക്കുന്ന ആൾക്കാർ ആദ്യം ഇത് മസ്റ്റായിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ എത്തിക്സിൽ പോയിട്ടില്ല എങ്കിൽ നമുക്ക് ഒരുപാട് കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതില് നമ്മൾ ഒരുപാട് കർമ്മേനെ പറ്റി പഠിക്കാനുണ്ട്. സോൾ കോൺട്രാക്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കണം. കാരണം ഒരാള് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നില്ല, അവിടുന്ന് വോയിസിന്റെ രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ ഈ കർമ്മകൾ, ഈ പഠിക്കുന്ന റീഡ് ചെയ്യുന്ന ഒരാൾ ഈ കർമ്മേനെ പറ്റിയും സോൾ കോൺട്രാക്ടിനെ പറ്റിയെല്ലാം പഠിച്ചിരിക്കണം, എന്നാലേ അത് ഇവിടെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയിട്ടെല്ലാം കുറെ, ഇതൊരു 10 ദിവസം എടുക്കും ഇതിന്റെ ഒരു ക്ലാസ് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. കാരണം ഇത് പ്രാക്ടീസും ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഓരോ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ട് റീഡ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അവര് രണ്ടാൾക്കാർ, ഒരാളെ ചോദ്യം മറ്റേ ആൾ എടുക്കും, മറ്റേ ചോദ്യം ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും കൂടി ഇതായിട്ട് എടുക്കും. എന്നിട്ട് അതവര് റീഡ് ചെയ്തിട്ട് അവർ ചോദിക്കും ഇന്ന കാര്യങ്ങൾ ശരിയാണോ, അപ്പൊ അന്നേരം മറ്റവർ അതിന്റെ റിപ്ലൈ ചെയ്യും. അങ്ങനെ അവർക്കൊരു കോൺഫിഡൻസ് ആവും. പിന്നെ ഇത് ചില ആൾക്ക് ഒന്നും കാണാൻ പറ്റൂല. പഠിച്ചതിൽ ഇപ്പൊ ഒരു 10-15 ആൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 8-9 ആൾക്കേ ചിലപ്പോൾ റീഡ് ആവും, ബാക്കിയുള്ള ആൾക്കാർക്ക്. പക്ഷെ എന്ന് വിചാരിച്ചാൽ അവർക്ക് ആവില്ല എന്നല്ല, അവര് കുറച്ചും കൂടി ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം. അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാണ്ട് ഒരുവിധം എല്ലാവർക്കും ഇത് പറ്റും. പക്ഷെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യണം. കാരണം വർക്ക് ചെയ്യാണ്ട് ഒരു സംഗതി നോ പെയിൻ നോ ഗെയിൻ ആണ്. അപ്പൊ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. മെഡിറ്റേഷനിൽ പോകുന്നവർക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ആണ്. എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഇതിലേക്ക് വരിക. നമ്മളിപ്പോ ഈ റൂമിൽ ഞാനും നിങ്ങളും ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് പല സ്ഥലത്തും ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ രണ്ടാളും തമ്മിലില്ല ആ ഇതിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ, അതന്നെ മെഡിറ്റേഷൻ. നമ്മൾ പ്രസന്റിൽ ഉണ്ടാവുന്നതാണ് മെഡിറ്റേഷൻ. അപ്പോ അതിനാ നമ്മള് പലരും പലതും പറയുന്നുണ്ട്, മെഡിറ്റേഷൻ അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന്, അവിടെ പോന്ന് ഇവിടെ പോന്ന്. നമ്മുടെ മൈൻഡ് അവിടെ എവിടെയും പോകുന്നത് എല്ലാം കൺട്രോൾ. പുതിയ ഗുരുദേവ് പറഞ്ഞു മെഡിറ്റേഷൻ ഇസ് ഡീകോൺസെൻട്രേഷൻ. ഒന്നിനും ശ്രദ്ധിക്കാതിരിക്കുക, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് കോൺസെൻട്രേഷൻ. അതാണ് ശരിക്കും ഇതെന്ന് പറഞ്ഞത്. അതന്നെ. അപ്പോ നമ്മൾ ഒന്നിലും ശ്രദ്ധിക്കാൻ പുറത്തൊന്നും പോകാണ്ട് നമ്മുടെ മൈൻഡ് ഇവിടെ നിർത്തുക. അപ്പൊ ആ ഇതിനുള്ള കഴിവില്ല ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ആകാശിക് റെക്കോർഡ്. പിന്നെ ഇതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് സ്പിരിച്വൽ എല്ലാ കാര്യങ്ങൾക്കും അത് കൃത്യമായിട്ടുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് കൃത്യമായിട്ടുണ്ട്. ഇപ്പോ എന്ത് കാര്യത്തിലും സ്പിരിച്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അതിനൊരു ഇതുണ്ട്, ഒരു നിയമമുണ്ട്. നിയമം അനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാലം ഇത് കൊണ്ടുപോവാം, അല്ലെങ്കിൽ കുറച്ചു കാലം കൊണ്ട് ഇത് നിർത്തേണ്ടി വരും. കാരണം ആയിരിക്കെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെയാണ് ആകാശിക്കിന്റെ ഒരു ഇത്. അപ്പൊ ഈ ആകാശിക് റെക്കോർഡിൽ ഇങ്ങനെ ഇതോടൊപ്പം തന്നെ ഈ കാർഡ് വെച്ചിട്ട് ആകാശിക് റെക്കോർഡ്, ആകാശിക് ടയറോ അത് കൺസെപ്റ്റ് ഇതുമായിട്ട് ആകാശിക്ക് തന്നെ. പക്ഷെ റീഡിങ്സ് റെക്കോർഡ് റീഡിങ്ങിൽ ആ ഇത് വരുന്നില്ല. അത് വേറെ തന്നെ ഒരു ഇതായിട്ട് ആകാശിക് ടയറോ എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നതിൽ ചില ആൾക്ക് മടി വരും, മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, എനിക്കിതൊന്നും കിട്ടുന്നില്ല. അവർക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ് ആകാശിക് ടയറോ. ആകാശിക് ടയറോ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു കാര്യം പറയും, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ അതിൽ നിന്ന് ടയറോ ഡക്ക് എടുക്കും. ഡക്കുന്ന ഒരു ടയറോ എടുത്തിട്ട് അത് നിങ്ങളോട് പറയും ഇന്നേതാണ് ഇന്നേ കാര്യങ്ങളാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ പലരും പല ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും. ചില 71 ഉണ്ട്, ചില 41 കാർഡ് ഉണ്ട്. അത് ഡിഫറെന്റ് ആയിരിക്കും. അത് ഓരോ ആൾക്കാർ ഓരോ ഇതിൽ വരും. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ഈ ആകാശിക് റെക്കോർഡ്സിന്റെ? എന്ന് മുതലാണ്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി? ഇത് ഹിസ്റ്ററി അങ്ങനെ പറയാനായിട്ട് മാത്രം ഹിസ്റ്ററി ഞാൻ കൂടുതലായിട്ട് ഇതിൽ പോയിട്ടില്ല. നമ്മള് കാര്യം ചെയ്യാന്നുള്ളൊരു ഇതാണ്. ഇത് ഹീലിംഗ് അല്ലല്ലോ, അത് നമ്മള് റീഡിങ് അല്ലേ. പക്ഷെ ഇതിൽ വേറൊരു ഒറിജിൻ എവിടെയാണെന്നുള്ളത് ഏഞ്ചലിക് ആയിട്ട് ബേസ് ചെയ്ത കാര്യമാണല്ലോ. അപ്പൊ അതിന്റെ ഒറിജിൻ എവിടെയാണ്, എങ്ങനെയാണ് വന്നത്? ഇതിന് അങ്ങനെ ഒരു ഇതായിട്ടൊരു പഠനം അങ്ങനെ ഇത് പഠിപ്പിക്കുന്നില്ല. ഒറിജിൻ എങ്ങനെയാന്ന്, ലീനേജിനെ പറ്റിയൊന്നും ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല. പക്ഷെങ്കിൽ ഇതില് പറയുന്നത് നമ്മളെ
വെസ്റ്റേണിലാണ് കൂടുതലായിട്ട് ഇത് ആദ്യം തുടങ്ങിയെന്ന് പറയുന്നത്, വെസ്റ്റേണിൽ. പിന്നീട് അത് നമ്മുടെ ഇവിടെ വന്നപ്പോ ഇതായി എന്ന് പറയുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും, ഭാരത് ആയിരിക്കും ഇതിന്റെ എല്ലാം പോയിന്റ് ഭാരത് ആയിരിക്കും എന്തായാലും. ഇവിടെയുള്ള പലതും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഋഷി പ്രോക്തമായിട്ടുള്ള വേദിക്കായിട്ടുള്ള, പക്ഷെ അതിനെ അവർ കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മുടെ കളരിയൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ കരാട്ടായിട്ട് തിരിച്ചു വരുന്നു. യോഗ തന്നെ ഉണ്ടില്ലേ, യോഗ ഇപ്പം പോയി അമേരിക്ക പോയി അതല്ലേ യോഗയായി സർട്ടിഫൈഡ് ആയി തിരിച്ചു വന്നു. പക്ഷെ ഇതെല്ലാം ഇവിടുന്ന് പോയതാണ്. എന്തും നമ്മളിപ്പം ഇപ്പൊ ഈ ഞാൻ റേക്കി തന്നെ അത് ഇവിടുന്ന് പോയതാണ്, എല്ലാം ഇവിടുന്ന് പോയതാ, ബേസ് ഇവിടെ ആയിരിക്കും. അപ്പൊ ഇതും ഇവിടുന്ന് തന്നെ പോയതാകാം. പിന്നെ ഇതില് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, റീറൈറ്റ് ചെയ്യാൻ പറ്റും ആകാശിക റെക്കോർഡിൽ. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഇപ്പൊ എക്സാമ്പിൾ പാമ്പ്, അധികം എല്ലാവർക്കും പേടിയായിരിക്കും, പക്ഷെ ചില ആൾക്ക് ഇതിന്റെ പിക്ചർ വരെ കാണാൻ പറ്റൂല. അപ്പം തന്നെ അവർക്ക് ആ ഒരു അസ്വസ്ഥത ഇതാവും, ആ പാമ്പിന്റെ ആ ഒരു രൂപം, വീഡിയോ ഇതൊന്നും കാണാൻ പറ്റൂല. അവരെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആകാശിക്കൽ നോക്കിയാൽ അവർ കഴിഞ്ഞ ബർത്തിൽ പാമ്പ് കടിയേറ്റിട്ടോ അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് എന്തെങ്കിലും ഒരു മോശമായ അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത് അവരെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി സ്റ്റോർ ആയിട്ടുണ്ടാവും. അത് അവർ ക്യാരി ചെയ്ത് ഫോർവേഡ് ആയിട്ട് കൊണ്ടുവരും. അപ്പൊ ആ ഒരു മൈൻഡാണ് അവർക്ക് ഉണ്ടാകുക. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ആകാശിക്ക് പോയാൽ നമ്മൾ അവരെ ആ എന്താണോ സംഭവം, ചിലപ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ചത് ആളായിരിക്കും. അപ്പൊ ആകാശ് പോയിട്ട് അവിടെ റീറൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ സംഭവം നടന്നില്ല, അവര് മരിച്ചത് പാമ്പ് കടിയേറ്റിട്ടല്ല എന്ന് പറഞ്ഞിട്ട് റീറൈറ്റ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു അത് തന്നെ സംഭവം തന്നെ. പക്ഷെങ്കിൽ അത് അവരെ എല്ലാലോ ചെയ്യുന്നത്. ഹിപ്നോട്ടിക് നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് അവരെ കൊണ്ടുവന്ന് ചെയ്യുന്നത് PLR, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. അതല്ല, ഇത് നമ്മളാണല്ലോ ചെയ്യുന്നത്. അവരുമായിട്ട് ഈ ക്ലയന്റായിട്ട് യാതൊരു ബന്ധമില്ല, ക്ലയന്റ് ഒന്നും അറിയില്ല. അവർക്ക് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഇത് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, റെക്കോർഡ് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അപ്പൊ അങ്ങനെ റെക്കോർഡ് റീറൈറ്റ് ചെയ്തിട്ട് അവരെ ഇതിലേക്ക് എന്താണോ പ്രോബ്ലം അത് നടന്നില്ല എന്നുള്ള രീതിയിൽ റൈറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അവിടെ കർമ്മ എന്ന് പറഞ്ഞത് അവിടെ അത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആള് ശ്രദ്ധിക്കണം ഭയങ്കര. അതുകൊണ്ട് അത് ചെയ്യല് കുറവാ. ഞാൻ ആരും ഇപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കും, പക്ഷെങ്കിൽ ആരും ചെയ്യാൻ വേണ്ടി ഞാൻ പറയല്ല. കാരണം അത് ഭയങ്കരമായ പ്രോബ്ലം ഉണ്ട്. റീറൈറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു, പക്ഷെ അത് പറ്റും എന്നുള്ള കാര്യമാണ്. എന്നിട്ട് അത് ഈ 21 days നമ്മളെ കയ്യിൽ ഈ അതിന്റെ ഒരു ഇതുണ്ട്, അതിന്റെ ഒരു ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് അത് ഇത് ചെയ്യും. പിന്നെ അതേപോലെ ഫ്യൂച്ചർ റൈറ്റിംഗ് ഉണ്ട്. ഫ്യൂച്ചറിൽ പോയിട്ട് നമുക്ക് വരാൻ പോകുന്ന പ്രോബ്ലം, പക്ഷെ കർമാസ് നമുക്ക് മാറ്റാൻ പറ്റൂല, എല്ലാം ഒന്നും മാറ്റാനും പറ്റൂല. ഇത് മാറ്റാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ റീറൈറ്റ് ചെയ്താൽ അത് അവിടെ തന്നെ കിടക്കും. ഇപ്പൊ നമ്മൾ റീറൈറ്റ് ചെയ്തിട്ട് ഈ പാമ്പിനെ പേടിയിൽ 21 days ഇവർ പ്രൊസീജിയർ ചെയ്ത് 21 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാമ്പിനെ പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറാത്തതാണ്. അല്ലെങ്കിൽ പാമ്പിനെ പേടിയില്ല, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പാമ്പിനെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, അങ്ങനെയാണ്. അപ്പൊ എന്തും നമുക്ക് ചേഞ്ച് ചെയ്തുകൂടെ, ആ ഒരു കൺസെപ്റ്റ് ഇല്ല, പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹീലിംഗിൽ തന്നെ, റേക്കി ഹീലിംഗിൽ എല്ലാ റേക്കി ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാറണം എന്നില്ലല്ലോ, പക്ഷെങ്കിൽ മാറുന്നതുകൊണ്ട് അതേപോലെ തന്നെയാണ്. ചിലത് മാറും, ചിലത് മാറില്ല. അപ്പൊ മാറാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അത് കാർമികമാണ്. അപ്പൊ കർമ്മേനെ നമുക്ക് ആർക്കും തിരുത്താനില്ല അവകാശമില്ല, അധികാരമില്ല. അതിന് എല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ചെയ്തുകൊള്ളാം. അത്രയും പവർഫുൾ ആയുള്ള ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, മീൻസ് സെയിം പേഴ്സൺസ് ആയിട്ടുള്ള ആൾക്കാർ. അവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അവര് വേറെ റേഞ്ചിലുള്ള ആൾക്കാരാണ്. നമ്മള് സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അവരെ നോക്കണ്ട. ശ്രീബുദ്ധനെല്ലാം എന്തും ചെയ്യാൻ ആളാണ്, പക്ഷെ അവര് ഇതിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ വന്നിട്ട് അവര് ചെയ്തത്, അല്ലാണ്ട് അവര് ബിയോണ്ട് ആയിട്ട് ഒന്നും പോയിട്ടില്ല. അവരാരും പറയുന്നില്ല ഞാൻ ദൈവമാണെന്ന്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് അവർ ഇതുവരെ എവിടെയും പറയുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഹീലേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹീൽ ചെയ്ത് ഞാൻ തന്നെയാണ്. ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട്, ജ്ഞാനികളുടെ എണ്ണം കുറവും ജ്ഞാനികളുടെ എണ്ണം ഞാനാണ് ഇപ്പം കൂടുതലായിട്ട് ഈ ഞാൻ എന്ന് പറയുന്ന സംഭവം വന്നാല് ഹീലർ പോയി. ഒരു ഹീലർ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് മനസ്സാവാച കർമ്മണ ചെയ്താലേ. അപ്പൊ ഈ ആകാശ റെക്കോർഡ് എന്ന് പറയുന്ന റെക്കോർഡ് മാത്രമല്ല, ഈ ഹീലിംഗും കൂടിയാണ് ഇതിൽ നടക്കുന്നത്. ആകാശിക്ക് ഹീലിംഗ് എന്നും പറയും, പക്ഷെ ആകാശിക് ഹീലിംഗ് സാധാ ഹീലിങ്ങിനേക്കാളും കുറച്ചും കൂടി ബിയോണ്ട് ആയിട്ട് പോകും. അത് ശേഷം നടന്നു കഴിഞ്ഞാൽ ആ കർമ്മ ശരിക്ക് ചെയ്യുന്നൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഇതില് ഞാൻ ആരും റെക്കോർഡ് റീറൈറ്റ് ചെയ്യാനും ഹീൽ ചെയ്യാനും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും ചെയ്യാൻ. കാരണം നമ്മൾ പഠിക്കുമ്പോ എല്ലാം പഠിക്കണം, പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ചില ഘട്ടങ്ങളിൽ ചിലതുണ്ടാവും, നമുക്ക് അവർക്കൊരു ഇൻഡ്യൂഷൻ വന്ന ഇപ്പൊ അടുത്ത് ഒരു
റീഡിങ്ങിന്റെ അവർക്ക് ഈ നാഗദോഷം അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടെന്ന് അവര് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ നോക്കാനാണ് ഉണ്ടായത്. അപ്പൊ സ്ഥലത്തിന് നോക്കുമ്പോൾ അവിടെ ഈ നാഗങ്ങളെല്ലാം കാണുന്നത്. അപ്പൊ അവരോട് ചോദിച്ച്, അവര് മുസ്ലിം ഇതില്ലാന്ന്. അപ്പൊ അവര് അച്ഛന്റെ മുമ്പിലെ ആൾക്കാർ വാങ്ങിയതാ. പക്ഷെ അവര് പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു ചെറുപ്പത്തിൽ അവിടെ നാഗത്തിന്റെ എന്തോ തറ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. തറയല്ല, അവര് പുറ്റുപോലത്തെല്ലാം ഉണ്ടായിരുന്നു. ആ സ്ഥലമാണ് ഇത്. ഇതെടുത്തതിന് ശേഷമാണ് ഇവരച്ഛൻ ഭയങ്കര ഒരു കോടീശ്വരനായിരുന്നു. അവരെന്നെ പറയുന്നതാണ് ഇതെടുത്തതിന്റെ ശേഷമാണ് അച്ഛൻ ഡൗൺ ആകാൻ തുടങ്ങി. ഒരുപാട് കേസുകൾ. പിന്നെ ഇവര് ചെറുപ്പത്തിൽ ഭയങ്കര ഇതിലായിരുന്നു. പിന്നീട് ഇവർ ദാരിദ്ര്യത്തിലേക്ക് വന്നെന്നാ പറയുന്നത്. അവരെ നോക്കുമ്പോൾ ശരിക്ക് അവർക്കിപ്പോ ഫാമിലി ഇഷ്യൂസ്, ഒരുപാട് പ്രോബ്ലം, ഡൈവേഴ്സ് ആണ് എല്ലാം. അവരിത് നോക്കിയപ്പം ശരിക്കും ആ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു പാമ്പിനെയാ കാണുന്നത്. ആ സ്ഥലത്തിന്റെ കാണുന്ന പാമ്പിനെ കാണുന്നു. അതെന്താ പറയുന്നതെന്ന് പറഞ്ഞാല് നോക്കണ്ടാന്ന്. അപ്പൊ നമ്മളത് സംശയത്തില് നോക്കിയാൽ എന്താന്നുള്ളൊരു ഇത് വരുന്ന സമയത്ത് ഓൾറെഡി അവിടെ നിന്ന് റിപ്ലൈ വരുന്നത് സ്കിൻ ഡിസീസ് വരും. സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് വരുമെന്ന്, അത് നോക്കുന്ന ആൾക്ക് അത് വാണിംഗ് ആണ്. അപ്പൊ നേരെ എന്ത് ചെയ്യാ, അത് സ്റ്റോപ്പ് ചെയ്യുക, തിരിച്ചു വരിക. അപ്പൊ ഈ സെൻസ് ഒരു ഹീലർക്ക് ഉണ്ടാവണം. അത് മനസ്സിലാക്കാനില്ല. അതല്ലാണ്ട് നമ്മൾ വീണ്ടും അതിലേക്ക് പോയെങ്കിൽ നമ്മൾ അതിന്റെ കോൺസിക്വൻസ്. അപ്പൊ ഒരു ഹീലർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം, ഇത് തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. എനർജി ആയിട്ട് മെസ്സ് ചെയ്യുമ്പോൾ ആ എനർജി നമുക്കൊരു റിപ്ലൈ തരും. അത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പറ്റണം. അത് പറ്റൂലെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി പോകാൻ പാടില്ല ആര്. അതാണ് പ്രധാനപ്പെട്ട ഒരു ഹീലിംഗിന്റെ ഒരു പോയിന്റ്. അങ്ങനെയാണ് ഈ ആകാശിക്കിന്റെ കാര്യങ്ങൾ. പിന്നെ ഇത് പഠിക്കാൻ കുറെ ഉണ്ട്. അത് സ്ലോലി പഠിക്കാൻ വേണ്ടി പറ്റും. ശരി ശരി ശരി. ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ? അതിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ.